റീഡിംഗ് ബുക്കാണ്, ക്ലോത്തിന്റെ ബുക്ക്. ഹലോ, ഓക്കെ, ഞാൻ മൂവ് ചെയ്യട്ടെ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കമ്പനിയിലെല്ലാം കണ്ടതുപോലെ ഈ വീഡിയോയും റിലേറ്റഡ് ടു പാലു ഉള്ളി. ഈ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ പാലു ബേബിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ യൂസേജും കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ഇത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ മാത്രമല്ല, എല്ലാ അമ്മമാർക്കും, അതായത് ജസ്റ്റ് ഈ ജനറേഷനിലെ ഒരു അമ്മമാർക്ക് എല്ലാവർക്കും ഒരു 8 മന്ത് അല്ലെങ്കിൽ കുട്ടികൾ സോളിഡ്സ് ഒക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്ട്സ് കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് അത് അൺബോക്സ് ചെയ്ത് അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നത്, അതൊരു നമുക്ക് അതാക്കി എടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഹീലിംഗ് മോം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് അവർ ഗിഫ്റ്റായിട്ട് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ബാംഗ്ലൂർ വന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പാക്കിംഗ് ആണ്. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. എനിക്ക് അത്ര വെയിറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല ഞാൻ അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഹീലിംഗ് മോം എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് നമുക്ക് ഈ ഗിഫ്റ്റ് പാലുകുട്ടൻ അയച്ചിരിക്കുന്നത്. ഇത് പാലുവിന് ഇരുന്ന് കഴിക്കാനുള്ള സ്റ്റേബിളാണ്, അതായത് സ്റ്റാൻഡാണ്, പാലിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. 2 സൈസിലായിട്ടുള്ള സ്റ്റാൻഡാണ് അവർ അയച്ചിരിക്കുന്നത്. അപ്പോൾ പാലു സോളിഡ്സ് ഒക്കെ കഴിച്ചു തുടങ്ങുന്ന ഒരു പ്രായത്തിലേക്ക് എത്തി. നമ്മൾ വളരെ പാലു ചെറുതായിരുന്ന സമയത്തെ ഭയങ്കരമായിട്ട് അരച്ചൊന്നുമല്ല നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. സോളിഡ്സ് ഒക്കെ പാലുവിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇരുന്ന് പാലുവിന് കഴിക്കേണ്ട പ്രായമാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ പോലെ കയ്യിൽ വെച്ച് പാലുവിന് ഫീഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് ഹെൽപ്ഫുൾ പാലുവിന് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ചെയറാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ചെയറാണ് അവർ നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് അതിനകത്ത് നിന്നുള്ളതെന്നും അതെങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കേണ്ടതെന്നും എല്ലാം ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ സിറ്റിംഗ് ചെയർ ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പാലുകൂടിന് നമ്മുടെ കൂടെ ഇരുന്ന് തന്നെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് നിന്നുകൊണ്ട് പാലിന് ഭക്ഷണം കൊടുക്കാം, ഇരുന്നുകൊണ്ട് പാലിന് ഫുഡ് കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന എനിക്ക് 100% ഷുവർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അൺബോക്സിംഗിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ഇവരുടെ സ്റ്റേപ്ലറിൽ അവരുടെ പേരൊക്കെ ഹീലിംഗ് മോം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പാലക്കുട്ടന്റെ സാധനങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആദ്യം നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. സീറ്റിംഗ് ക്ലോത്ത്. ഇത് പാലുകുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് റീഡിംഗ് ബുക്കാണ്, ക്ലോത്തിന്റെ ബുക്ക്. സ്റ്റാൻഡുകള്, പാലു ഇരിക്കേണ്ട സീറ്റ്, ഇത് സീറ്റിംഗ് ബെൽറ്റ്. അപ്പോ ഇത്രയും സാധനങ്ങളാണ് പാലുവിന് ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. ഓൾസോ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ള മാനുവൽ ഇൻസ്ട്രക്ഷൻസ് ബോൾ അസംബ്ലി ആൻഡ് യൂസ്, ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ അസംബിൾ ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഈ ഇൻസ്ട്രക്ഷൻ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഒരു മെയിൻറ്റെയിൻസ് നോളജ് ആയിട്ട്, അതായത് ഇത് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു നോളജ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, വെൻ ക്ലീനിങ് ജെന്റ്ലി വൈപ്പ് ദ സ്റ്റെയിൻ വിത്ത് എ ഡാപ്പ് ക്ലോത്ത്. പിന്നെ വെൻ നോട്ട് ഇൻ യൂസ് പ്ലീസ് ക്ലീൻ ദ ചെയർ.
Dry it and store it in dry, cool environment. Do not place the high chair in a place where the sun can be directly exposed to avoid again the faded of the plastic. പ്ലാസ്റ്റിക്കില് ഫെയ്ഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൺലൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി ചെയർ വെക്കരുത്, പ്ലാസ്റ്റിക്കിന് ഫെയ്ഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ പാർട്സ് സച്ച് ആസ് ഷാർപ്പനർ ആൻഡ് സ്ക്രൂസ് ഓഫ് ദ ചെയർ ആർ ലൂസ് ഓർ ലോസ്റ്റ്, പ്ലീസ് റിപ്പയർ ദം ഇൻ ടൈം. എന്തെങ്കിലും ചെറിയ സ്ക്രൂവോ അതൊക്കെ ലൂസായിട്ടോ കാര്യങ്ങളായിട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ റിപ്പയർ ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ അടുത്ത് വരുമോ, എന്താ വളരെ നീറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ആ ചെയറിന്റെ ഫോട്ടോ? നല്ല നീറ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാണ്. നമുക്ക് 2 സെറ്റ് സ്റ്റാൻഡുകൾ ഉണ്ട്. അതായത് നമുക്കിത് ഒരു ലോങ് ചെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം, ഷോർട്ട് ചെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമുക്ക് പാലു ഇരിക്കേണ്ട ചെയർ. ഈ ചെയർ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്റ്റീൽ, നല്ല നിങ്ങൾക്കൊന്ന് ക്ലോസ് ലുക്ക് വേണമെങ്കിൽ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നല്ല സ്റ്റാൻഡാണ് കിട്ടിയിരിക്കുന്നത്. നോർമൽ പ്ലാസ്റ്റിക് സ്റ്റാൻഡ് അല്ല കേട്ടോ. ഇതെന്താ? ഇരുമ്പ്. നമ്മുടെ ഇരുമ്പിന്റെ നല്ല സ്റ്റീലാണോ? നല്ല അതെ, നല്ല ബലമുള്ള നല്ല സ്റ്റാൻഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ ഭാരം താങ്ങോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊന്നും നമുക്ക് വേണ്ട. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരിയ്ക്കുന്ന സീറ്റ്. അവരിയ്ക്കുമ്പോൾ കാല് 2 വശത്തേക്കും പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 4 ഹോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 ഹോളിലും നമ്മളിത് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് കയറ്റി വെക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നോന്ന് എങ്ങനെ അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കയറ്റി വെച്ച് കഴിയുമ്പോൾ ടക്ക് എന്നൊരു ശബ്ദം കേൾക്കും. അത് സൗണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് കംപ്ലീറ്റ് ഫിക്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്കിത് ഫസ്റ്റത്തെ ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. ഞാനും ഇത് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. ഇതിവിടെ ഇവിടെ ഒരു സംഭവം കാണിച്ചേ. ഇത് നമ്മൾ നെക്കി പിടിച്ച് കാണിച്ച് കേട്ടില്ലേ, സൗണ്ട് കേട്ടില്ലേ? അപ്പൊ ഇത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നു. ഇത് നമുക്ക് 4 സെറ്റ് ചെയ്യാം. ഇതില് നെക്കി പിടിച്ചു, സൗണ്ട് കേൾക്കുന്നുണ്ട്. യെസ്. അപ്പതാ നമ്മുടെ ചെറിയ സീറ്റർ റെഡി ആയിട്ടുണ്ട്. കംപ്ലീറ്റ് റെഡി ആയിട്ടല്ല, നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇതിന്റെ തൊട്ട് താഴെ നമ്മളൊരു സപ്പോർട്ടറും കൂടെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ തുമ്പത്തല്ലി ഇരിക്കുക. അപ്പൊ നമുക്ക് സപ്പോർട്ടർ ആണ് വെച്ചു കൊടുക്കേണ്ടത്. യെസ്, നമുക്ക് കാണിച്ചു അടുത്ത് താഴെ. ഈ 4 നമ്മുടെ സപ്പോർട്ടേഴ്സ്. നമ്മുടെ കുതിരയുടെ ഒക്കെ കാല് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ 4 സപ്പോർട്ടേഴ്സ്. ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കൂടെ കാണിച്ചു തരാം. ഇത് ഈസിയാണ്, നമ്മളെല്ലാം വളരെ ഈസിയാണ്. ഇതിന്റെ കാലിലേക്ക് നമ്മളിത് മുറുക്ക വെച്ചു കൊടുക്കാം. നമ്മുടെ സെറ്റ് ചെയ്തു, നമ്മൾ സപ്പോർട്ടറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ചെയറിൽ കുട്ടികൾക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും ചെറിയൊരു അൺകംഫർട്ടബിലിറ്റി തോന്നും. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചെയർ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിക്കാവോ? ചെയർ നമുക്ക് ക്ലോസ് ആയിട്ട് കാണുമ്പോൾ 1 2 3 4 5 ഇങ്ങനൊരു ഹോളില്ലേ? ഈ സംഭവം കുട്ടികളുടെ സീറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കുഷ്യനാണിത്. സോഫ കുഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ കുഷ്യനാണിത്. അത് ഇവരുടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണിത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഈ ഹോൾ ഉണ്ടല്ലോ, ഈ ഹോൾ എന്തിനാന്നുള്ളത് ഇത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതൊന്നുമില്ല, ഇത് അങ്ങനെ നമ്മൾ കാണാവോ, അങ്ങനെ നമ്മൾ വെക്കുകയാണ്. നമ്മളിത് വെച്ചു. ഇനി ഇതിന്റെ ബാക്കില് ഇങ്ങനെ ഒരു ഫോൾഡ് ഉണ്ട്. ഈ ഫോൾഡ് നമ്മൾ ഇങ്ങനെ കയറ്റി വെക്കുക.
ആ ഫോൾഡ് കയറ്റി നമ്മളിവിടെ വെച്ചു. അപ്പൊ ഇതാ ഇത് കറക്റ്റ് ഇതിനകത്തേക്ക് കംപ്ലീറ്റ് സെറ്റായി. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ ഹോൾ എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. യെസ്, അത് ഞാൻ പറഞ്ഞു തരാം. ഈ ഹോള് നമുക്ക് കുട്ടികൾക്ക് അവര് വീണ് പോവാതിരിക്കാനൊക്കെ കൂടെ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഇത്. അത് ഇതെങ്ങനെയാ വെക്കേണ്ടതെന്ന് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറയുന്നത് കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ബെൽറ്റ് ആണ്. കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ബെൽറ്റ് ആണ്. ഇങ്ങനെ വരും, ക്രോസ് ചെയ്ത് വരും, ഇങ്ങനെ ഫ്രണ്ടിലേക്ക്. ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇവരുടെ ചെയർ എടുക്കുക. നമ്മുടെ ഈ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഹോൾസിലേക്ക് നമുക്ക് നമ്മുടെ ഈ ബെൽറ്റ്സ് കറക്റ്റ് വെച്ചിട്ട് ആദ്യം നമുക്കിത് കയറ്റി കൊടുക്കാം. ഹോള് നമ്മൾ കയറ്റി ടൈറ്റ് നമ്മൾ കയറ്റി കൊടുക്കും. ബാക്കിൽ കൂടെ വന്നു കേട്ടോ. ഈ താഴത്തെ ഹോളിൽ കേട്ടാം. ഇതിന്റെ ബാക്കിൽ കൂടെയും ഇതിന്റെ ബാക്കിൽ കൂടെയും ഇതിന്റെ താഴത്ത് രണ്ടിന്റെയും കൂടെ വന്നു. ഇനി നമുക്ക് ഇതിന്റെ ചെയറിന്റെ അടിയിൽ കൂടെയും നമുക്കത് കയറ്റി കൊടുക്കാം. നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. തിരിച്ച് ചരിച്ച് ഇതിങ്ങനെ ലോക്ക് ആയിട്ടുണ്ട്. കൊണ്ടുവരാനായിട്ട് രണ്ടും കയറിയിട്ടുണ്ട്. ആണ് താഴത്തേക്ക് ഇട്ട് കൊടുത്തു, ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇവിടെ ഇത് കുട്ടികളുടെ സൈസിനനുസരിച്ച് നമുക്കിത് ഇത് ചെറുതാക്കോ വലുതാക്കോ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സീറ്റർ ബാക്കിലേക്ക് അവരുടെ സേഫ്റ്റി ബെൽറ്റ്സ് കംപ്ലീറ്റ്, സേഫ്റ്റി സംഭവങ്ങൾ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവർ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അവരുടെ സേഫ്റ്റി സംഭവം റെഡിയായി. ഇതൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ക്ലോസ് തരാം. ഇവരുടെ ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ഈ ബെൽറ്റ് നടുക്ക് നെക്കിക്കഴിഞ്ഞാൽ രണ്ട് വശം നമുക്ക് ഓപ്പൺ ആക്കും. ഇതാ, പിന്നെ ഇങ്ങനെ നമുക്കത് ബെൽറ്റ് ഇടാനായിട്ടും സാധിക്കും. ഇനി അടുത്തത് ഇവരുടെ ഫുഡിന്റെ സ്റ്റാൻഡാണ്. ഇവരുടെ ഫുഡിന്റെ സ്റ്റാൻഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് റിമൂവബിൾ ആണ്, വാഷ് ചെയ്യാനും എല്ലാത്തിനും. രണ്ട് തരത്തിലുണ്ട്. എന്താ പറയാ, പ്ലെയിൻ ആയിട്ടുള്ള ഫുഡിന്റെ സ്റ്റാൻഡും ഉണ്ട്. കണ്ടോ, ഒരു കുഞ്ഞു കുഴിയായിട്ടുള്ള സ്റ്റാൻഡും ഉണ്ട്. നല്ല കളറാണിത്. രണ്ടെണ്ണം ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ റിമൂവ് ചെയ്തും അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദാ ഇങ്ങനെ. ഇനി ദാ ഇത് കണ്ടോ, ഇതിനകത്തേക്കാണ് ഈ സ്റ്റാൻഡ് നമുക്ക് കയറ്റി വെക്കേണ്ടത്. ഇത് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് കയറ്റിയോ ഇറക്കിയോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് വെക്കാം. ദാ ഇങ്ങനെയാണ്. നമുക്ക് ഒന്ന് ക്ലോസ് കാണിച്ച് ഇവിടെ ഇത് കണ്ടില്ലേ, നമുക്ക് സൈസ് കൂട്ടിയോ കുറച്ച് എത്രയാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കയറ്റി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് കുട്ടികളുടെ ഇരിക്കുന്ന സ്റ്റാൻഡ് വരുന്നത്. അതായത് അവർക്ക് ഇരിക്കാനുള്ള കംഫർട്ടബിലിറ്റി ഇരിക്കുന്ന സ്റ്റാൻഡ് വരുന്നത്. ഇതിനകത്ത് പാലൂര് നമുക്ക് ഇരുത്തിയൊക്കെ കാണിച്ചു തരാം. ഇത് സിറ്റിംഗ് സ്റ്റാൻഡാണ്, ചെറിയ സ്റ്റാൻഡാണ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ലോങ് സ്റ്റാൻഡാണ്. ഇതിൽ ഏതാ നമുക്ക് ഡൈനിങ് സ്റ്റാൻഡാണ്. അതായത് നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ അവർക്കും കൂടെ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് വേറെ. അതിന് നമുക്ക് ഈ 4 എണ്ണം നമുക്ക് റിമൂവ് ചെയ്യണം. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ ഇരിക്കും. ഇത് മാത്രം നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബെൽറ്റ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈ ചെയർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ 4 സ്റ്റാൻഡ് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് വേറൊരു സ്റ്റാൻഡാണ്. സെയിം തന്നെ, പക്ഷെ നമുക്ക് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നോബും കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് നമ്മൾ കയറ്റി വെക്കും. ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. യെസ്, അപ്പൊ നമുക്ക് ഇത് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 2 സംഭവങ്ങളും കൂടെ ഉണ്ട്. ഇതിനാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ ഹൈ സ്റ്റാൻഡ് ആക്കുന്നത്.
ഇതിന് 2 നോബുണ്ട്. അതാകുമ്പോൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. ഇത് എങ്ങനെയാ വെക്കണേന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ കയറ്റി വെച്ച് ഇതിങ്ങനെ ഈ നോബാകത്തേക്ക് വെച്ച് ലോക്കാകും. ഇപ്പോഴേക്കും അത് ലോക്കാവും. ഈ സൈഡും ലോക്ക് ആയിട്ടുണ്ട്, 2 സൈഡും ലോക്കായി. ഇനി അതേ സംഭവം നമുക്ക് ഈ സൈഡിലും കൂടെ വെക്കാം. സെയിം നമുക്ക് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാം. സൗണ്ട് കേൾക്കുന്നത് വരെ, ലോക്ക് ആവുന്നത് വരെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. സെയിം ഈ സൈഡും. യെസ്, 4 സൈഡും ലോക്കായിട്ട് സംഭവം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴത്തേക്ക് നമുക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം. ഇപ്പൊ ഇത് ഹാഫ് ആയിട്ടുണ്ട്. ഇതിന്റെ താഴത്തേക്ക് നമ്മുടെ നോർമൽ നോബില്ലേ, ഈ നോബ് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ലോക്കായി, ഇവിടെ ലോക്കായി. ചെയർ ഇപ്പൊ ഇതൊരു വലിയ ചെയർ ആയിട്ട് വന്നിരിക്കുകയാണ്. ബിഗ് ചെയർ, ഹൈ ചെയർ ആണ്. യെസ്, അപ്പൊ നമ്മുടെ ബിഗ് ചെയർ റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് വന്നിരിക്കുന്നത്, ഇവിടെ ഒരു ക്ലോത്ത് ആണ് വരുന്നത്. കുട്ടികളുടെ കളിപ്പാട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അവിടെ നമുക്ക് വെക്കാം. അതിന് ഇവർ നമുക്ക് ഒരു മെറ്റീരിയൽ എന്താണ്, പ്ലാസ്റ്റിക് അല്ല, കുറച്ചും കൂടെ നല്ലൊരു മെറ്റീരിയൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഹാങ് ചെയ്ത് വെക്കാം. നമ്മുടെ ഈ നോഡ് ഇതിനകത്തൂടെ വലിച്ച് എടുക്കുക. കണ്ടോ, ഇത് ലോക്കായി. അപ്പൊ നമ്മൾ നേരത്തെ ആ നോട്ട് ചെയ്തത് ഇവിടെ കൂടെ നമ്മളിതാ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. അതാ ഇങ്ങനെ ഒരു ക്ലോത്ത് ആയിട്ട് ഇതിന്റെ താഴെ ഇങ്ങനെ ഉണ്ടാകും. ഇതിനകത്തേക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി അവർക്ക് പാലുവിന് അവര് ഒരു ക്ലോത്തിന്റെ കുറച്ച് ബുക്സ് അവർ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത്രയും സെറ്റ് ഓഫ് ബുക്സ് ആണ് അവർ നമുക്ക് അയച്ചിരിക്കുന്നത്. ഒരെണ്ണത്തില് കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇൻസ്ട്രുമെന്റ്സ് സാക്സോഫോൺ, ഗിറ്റാർ, ഡ്രം, വയലിൻ, പിയാനോ. ഇതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ വണ്ടികൾ, ബൈസൈക്കിൾ, എയർക്രാഫ്റ്റ്, മോട്ടോർ സൈക്കിൾ, ട്രെയിന്, ഷിപ്പ്. ഇതിനകത്ത് ഷൂസ്, ഡെയിലി ലൈഫിൽ നമ്മൾ കാണും, പപ്പറ്റ് സ്ലൈഡ്, ക്ലോത്ത്സ്, ബെഡ്, ബേബി ബോട്ടിൽ, അതൊക്കെ. ഇതിനകത്ത് ആനിമൽസിന്റെ ആണ്. കവ്, ഫിഷ്, ബേർഡ്, ക്യാറ്റ്, ഡോഗ്, ഷീപ്പ്. ഇതിനകത്ത് ഫ്രൂട്ട്സിന്റെ ഒക്കെ പേരാണ്. മാംഗോ, സ്ട്രോബെറി, ഓറഞ്ച്, ബനാന, ആപ്പിൾ. ഇത് വിഷൻ ട്രിഗേഴ്സ്, അവരുടെ കണ്ണിന് പെട്ടെന്നൊരു ക്യാച്ചി ആയിട്ടുള്ള കുറെ സംഭവങ്ങളാണ്. ഈഗിള്, ക്യൂബ്, ലെമൺ സ്ലൈസ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം ബുക്കിന്റെ ഇതിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് തൂക്കിയിടാനുള്ള സംഭവം ഇതിനകത്തുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. യെസ്, അപ്പൊ ഇത്രയാണ് പാലുവിന്റെ ഫുൾ സ്റ്റാൻഡിൽ പെടുന്നത്. നമുക്ക് ഇത് നോർമൽ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കപ്പെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഫുഡ് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് ഗ്ലാസ്സിൽ നമ്മൾ വെള്ളമൊക്കെ കൊടുക്കൂലേ, അപ്പൊ ഗ്ലാസ്സിൽ വെള്ളവും കൂടെ ഒക്കെ കൊടുക്കണം. നല്ല മെറ്റീരിയൽ ആട്ടോ ഇത്. അതും കൂടെ കൊടുക്കണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് നോവലെല്ലാം നല്ല ഷാർപ്പ് ഫിനിഷിംഗ് വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. സീറ്റർ ആണെങ്കിൽ എല്ലാം അടിപൊളിയാണ്. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റാൻഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ആർക്കെങ്കിലും ഒക്കെ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈഗ്ലിംഗ് മോമില് നമുക്ക് സജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് പാലുവിനെ ഇരുത്തി ഫുഡ് കൊടുത്ത് കൂടെ നമ്മൾക്ക് കാണിച്ചു തരാം. Palu, are you comfortable? ഇത് ഏറ്റവും താഴെയുള്ള രീതിയിലാണ്, ഡൗൺ രീതിയിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് നിലത്തിരുന്നിട്ടാണെങ്കിലും നമുക്ക് അവരെ ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ട പാലൊക്കെ തന്നെ എടുത്തു. ഇതുപോലെ പതുക്കെ ബുക്ക് കളഞ്ഞു. അതാ ഇവിടെ ഉണ്ട്, ഇവിടെ
ഇവിടെ ഉണ്ട് ബുക്ക്. അപ്പൊ അവർക്ക് തന്നെ ഫുഡ് ഫീഡ് ചെയ്യാനായിട്ട്, അവർ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ശീലിച്ചോളും. അതിപ്പോ താഴെ ഇടും മിക്കവാറും. യെസ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതിനേക്കാളും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. എല്ലായിടത്തും നമുക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് ക്യാരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഈ സംഭവം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് റിലാക്സ്ഡ് ആണ്. നമ്മുടെ അറിയാമല്ലോ എല്ലാവർക്കും, നമുക്കിവിടെ ഈ പ്ലേ ഏരിയ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ പാലു റെസ്റ്റ് ചെയ്യാറും കളിക്കാറും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ബുക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ബുക്ക് സ്റ്റാൻഡ് ഇഷ്ടപ്പെട്ടു എന്നല്ല, അതിനകത്ത് പുസ്തകമൊക്കെ ഉള്ളത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ വെച്ച് ഇതാ കളിച്ചുകൊണ്ടിങ്ങനെ താഴെ കളഞ്ഞു. അപ്പോൾ ഇരുന്നോളും. പോകുമ്പോൾ അടുത്ത ബുക്കുണ്ടല്ലോ, അടുത്ത ബുക്ക് വയ്ക്കാം. അപ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ട് അവൾ ഇരുന്നോളും. കണ്ടുകൊണ്ട് കണ്ണും മോച്ച് എന്നെ നോക്കണുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർ വാങ്ങിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കമൻസിൽ അറിയിക്കുക. ബൈ.